എസ്ക്യൂഎൽ മാപ്പ് വെച്ചിട്ട് ഒരു ഡേറ്റാബേസിനെ ഹാക്ക് ചെയ്താലോ? സോ എങ്ങനെ ഹാക്ക് ചെയ്യാൻ നോക്കാം. എത്തിക്കലേക്ക് നുഡിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് എസ്ക്യൂഎൽ മാപ്പ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് എസ്ക്യൂഎൽ ഇൻജക്ഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. എസ്ക്യൂഎൽ ഇൻജക്ഷൻ ചെയ്തിട്ട് ആ ഒരു ഡേറ്റാബേസിൽ എന്തൊക്കെ ഡേറ്റയാണ് ഉള്ളതെന്ന് എങ്ങനെ അറിയാൻ പറ്റും. ഓക്കെ, അതാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ വെബ് സ്യൂട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വെബ് സ്യൂട്ടും പ്രോക്സി എക്സ്റ്റൻഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ യൂട്യൂബിൽ പോയിട്ട് വെബ് സ്യൂട്ട് വിത്ത് പ്രോക്സി എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വെബ് സ്യൂട്ട് വിത്ത് പ്രോക്സി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. സോ വെബ് സ്യൂട്ട് എന്താണെന്നുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണും. ഓക്കെ, വെബ് സ്യൂട്ട് എന്താണെന്ന് അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു വൾണറബിൾ വെബ് ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇതൊരു വൾണറബിൾ വെബ് ആപ്ലിക്കേഷൻ ആണ്. ഇതിനുള്ളിൽ എന്തൊക്കെ ഡേറ്റയാണ് ഉള്ളതെന്ന് എനിക്ക് അറിയണം. ഇതിന്റെ ഡേറ്റാബേസിൽ എന്തൊക്കെ ഡേറ്റയാണ് ഉള്ളതെന്ന് എനിക്ക് അറിയണം. അതിനുവേണ്ടി വെബ് സ്യൂട്ട് എടുക്കാം. വെബ് സ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. സ്റ്റാർട്ട് വെർബ് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോക്സി ഇല്ലേ, പ്രോക്സി പോയിട്ട് ഇന്റർസെപ്റ്റ് ഓൺ ചെയ്യണം. ഇന്റർസെപ്റ്റ് ഓൺ ചെയ്തിടുക. പ്രോക്സി പോയിട്ട് ഇന്റർസെപ്റ്റ് ഓൺ ചെയ്തിടുക. എന്നിട്ട് ഈ ഒരു വെബ് സ്യൂട്ട് മിനിമൈസ് ചെയ്തിടുക. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റില് പ്രോക്സി എക്സ്റ്റൻഷനിൽ പോയിട്ട് വെബ് സ്യൂട്ട് കൊടുക്കുക. നിങ്ങൾ ഇവിടെ എന്താണ് വെബ് സ്യൂട്ടിന് കൊടുത്തേക്കുന്നത്, സോ അത് കൊടുക്കുക. ഓക്കെ, സോ ഞാനിവിടെ വെബ് സ്യൂട്ട് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. നിങ്ങൾ എന്താണ് കൊടുത്തേക്കുന്നത് അത് കൊടുക്കുക. ഓക്കെ, വെബ് സ്യൂട്ട് സെലക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ID കൊടുക്കാം. ഒരു ID കൊടുത്ത് ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു റിക്വസ്റ്റ് വെബ് സ്യൂട്ടിനകത്ത് വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിക്വസ്റ്റ് അതേപടി കോപ്പി ചെയ്യുക. ഈ ഒരു റിക്വസ്റ്റ് അതേപടി കോപ്പി ചെയ്യും. ഇത് കാണാൻ പറ്റും ആ ഒരു റിക്വസ്റ്റ് നമ്മുടെ വെബ് സ്യൂട്ട് കിട്ടി. ഓക്കെ, ഞാൻ കൊടുത്ത ആ ഒരു റിക്വസ്റ്റ്, ആ ഒരു റിക്വസ്റ്റിലെ ഉള്ള ഡേറ്റ അതേപടി കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനലിൽ പോവുക. ടെർമിനലിൽ പോയിട്ട് ഇതൊരു ഫയലിനകത്ത് സേവ് ചെയ്യണം. ഓക്കെ, ഈ ഒരു റിക്വസ്റ്റിന്റെ ഡേറ്റ ഒരു ഫയലിനകത്ത് സേവ് ചെയ്യണം. അതിനുവേണ്ടി ഡെസ്ക്ടോപ്പിൽ പോവാം. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഒരു ഫയലിനകത്തോട്ട് സേവ് ചെയ്യണം. അതിനുവേണ്ടി നാനോ ടെസ്റ്റ്.txt നാനോ ടെസ്റ്റ്.txt എന്ന് പറഞ്ഞ ഫയലിനകത്ത് സേവ് ചെയ്യാൻ പോവാണ് ഞാൻ. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ അത് നമ്മൾ കോപ്പി ചെയ്ത റിക്വസ്റ്റ് ഡേറ്റ ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ഒരു റിക്വസ്റ്റ് ഡേറ്റ ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്തു. ഇനി എക്സിറ്റ് ആവാം. ഇനി എസ്ക്യൂഎൽ മാപ്പ് വെച്ചിട്ട് എങ്ങനെ എസ്ക്യൂഎൽ ഇൻജക്ഷൻ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി എസ്ക്യൂഎൽ മാപ്പ് കൊടുക്കുക. എസ്ക്യൂഎൽ മാപ്പ് -r കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഡേറ്റ റിക്വസ്റ്റ് ഡേറ്റ സേവ് ചെയ്തേക്കുന്ന ഫയൽ ഏതാണോ ആ ഒരു ഫയലിന്റെ പേര് കൊടുക്കുക. ഞാൻ ടെസ്റ്റ്.txt എന്നാണ് പേര് കൊടുക്കുക. ടെസ്റ്റ്.txt എന്നാണ് സേവ് ചെയ്യുന്നത്. അപ്പൊ ടെസ്റ്റ്.txt കൊടുത്തു. അത് കഴിഞ്ഞിട്ട് -dbs dbs എന്ന് എന്താ കൊടുക്കുന്നത്, ഡേറ്റാബേസ് എന്നാണ് dbsന്റെ അർത്ഥം. ഓക്കെ, ഈ ഒരു ആ ഒരു വൾനറബിൾ വെബ് ആപ്ലിക്കേഷൻ അത് എത്ര ഡേറ്റാബേസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ റിയൽ കേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു വെബ് ആപ്ലിക്കേഷനിൽ പോയിട്ട് വെബ് സ്യൂട്ട് വെച്ചിട്ട് ആ ഒരു റിക്വസ്റ്റിനെ ക്യാപ്ചർ ചെയ്തിട്ട് ആ ഒരു റിക്വസ്റ്റിനെ നിങ്ങൾ ഒരു ഫയലിനകത്ത് സേവ് ചെയ്തിട്ട് എസ്ക്യൂഎൽ മാപ്പ് -r ആ ഒരു ഫയലിന്റെ പേര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തൊക്കെ ഡേറ്റാബേസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി -dbs കൊടുത്തു. എന്നിട്ട് എന്റർ കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് 7 ഡേറ്റാബേസ് ഉണ്ട്. ഓക്കെ, 7 ഡേറ്റാബേസ് ഉണ്ട്. ഒന്ന് DBWA, രണ്ടാമത്തെ ഇൻഫർമേഷൻ സ്കീം, മൂന്നാമത്തെ മെറ്റാസ്പ്ലോയിറ്റ്, നാലാമത്തെ MySQL, ഒസാപ്പ് 10, ടിക്കി 195. ഓക്കെ, ഇത്രയും ഡേറ്റാബേസ് ഉണ്ട്. എനിക്ക് ഇതിനകത്ത് DBWA എന്ന് പറഞ്ഞ ഡേറ്റാബേസിനകത്ത് എത്ര ടേബിൾസ് ഉണ്ടെന്ന് അറിയാം. അതിനുവേണ്ടി -dbs മാറ്റാം. അത് കഴിഞ്ഞിട്ട് -D കൊടുക്കുക. D കൊടുത്തിട്ട് ഡേറ്റാബേസിന്റെ പേര് കൊടുക്കുക. DBWA ആണ്. DBWA -tables -tables എന്ന് കൊടുത്താൽ മതി. എസ്ക്യൂഎൽ മാപ്പ് -r ടെസ്റ്റ്.txt -d എന്തിനാ കൊടുക്കുന്നത്, ഡേറ്റാബേസ് കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഡേറ്റാബേസ് കൊടുത്തു. അതിനായിട്ട് -tables അതിനകത്ത് എത്ര ടേബിൾസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് 2 ടേബിൾസ് ഉണ്ട്. ഒന്ന് ഗസ്റ്റ് ബുക്കും രണ്ടാമത്തെ യൂസേഴ്സ്. ഇനി എനിക്ക് ആ യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിൾസിനകത്ത് എത്ര കോളം ഉണ്ടെന്ന് അറിയണം. ഓക്കെ, എത്ര കോളം ഉണ്ടെന്ന് അറിയണം യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത്. അതിനുവേണ്ടി
എസ്ക്യൂഎൽ മാപ്പ് ഹൈഫൻ ഡി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഹൈഫൻ ടി കൊടുക്കുക. ഹൈഫൻ ക്യാപിറ്റൽ ടി കൊടുത്തിട്ട് ആ ഒരു ടേബിളിന്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ യൂസേഴ്സ് എന്നാണ് കൊടുക്കുന്നത്. യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിന് പേര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഹൈഫൻ കോളംസ് ഹൈഫൻ കോളംസ് എന്ന് കൊടുത്താൽ മതി. എത്ര കോളംസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഇത്രയും കോളംസ് ഉണ്ട്. യൂസർ ഉണ്ട്, അവതാർ ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, യൂസർ ഐ ഡി ഉണ്ട്. ഓക്കെ, ഇത്രയും കോളംസ് ഉണ്ട്. ഇനി എനിക്ക് യൂസർ എന്ന് പറയുന്ന കോളത്തിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ വേണ്ട, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ കോളത്തിനകത്തുള്ള പേരൊക്കെ എനിക്ക് അറിയണം. ഓക്കെ, പേരറിയണം. ആ ഒരു ഡേറ്റാബേസിലെ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ കോളത്തിനകത്തുള്ള പേര് എനിക്കറിയണം. അതിനുവേണ്ടി എസ്ക്യൂഎൽ മാപ്പ് -r test.txt -d -db ഡേറ്റാബേസ് കൊടുത്തു. -d യൂസേഴ്സ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് -c കൊടുക്കുക. -c എന്തിനാ കൊടുക്കുന്നത്? കോളം കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം എന്ന് കൊടുത്തു. -c ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം എന്ന് കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം എന്ന് കൊടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം കൊടുത്തു. കോളം കൊടുത്തിട്ട് ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം എന്ന് കൊടുത്തു. ഇനി ആ ഒരു കോളത്തിനകത്ത് ഉള്ളതിനെല്ലാം ഔട്ട്പുട്ടിൽ കാണിക്കാൻ വേണ്ടി ഹൈഫൻ ഡംപ് കൊടുക്കുക. ഈ ഒരു ഡബിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു കോളത്തിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് ഔട്ട്പുട്ടിൽ കാണിക്കാൻ വേണ്ടിയാണ് ഡംപ് കൊടുക്കുന്നത്. ഹൈഫൻ ഡംപ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് അഡ്മിൻ ഉണ്ട്, പാബ്ലോ ഉണ്ട്, ഗോർഡൻ ഉണ്ട്, ബോബ് ഉണ്ട്, ഹാക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കോളത്തിന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഡേറ്റ ഡേറ്റ യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത് എന്തൊക്കെ ഡേറ്റ ഉണ്ടെന്ന് എനിക്ക് അറിയണം. ഓക്കെ, യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത് അന്നേരം എസ്ക്യൂഎൽ മാപ്പ് -r test.txt -d എന്ന് പറഞ്ഞ ഡേറ്റാബേസിനുള്ളിലാണ് എനിക്ക് അറിയേണ്ടത്. -dw എന്ന് പറഞ്ഞ ഡേറ്റാബേസിനുള്ള -t കൊടുത്തിട്ട് യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിനകത്തിലാണ് എനിക്ക് ഡേറ്റ ഔട്ട്പുട്ടിൽ വരേണ്ടത്. അപ്പൊ ഹൈഫൻ ഡംപ് കൊടുക്കുക. ഹൈഫൻ ഡംപ് കൊടുക്കുക. ഹൈഫൻ ഡംപ് കൊടുക്കുക. എസ്ക്യൂഎൽ മാപ്പ് -r test.txt -dbw -t യൂസേഴ്സ് ഡംപ് എന്തിനു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എസ്ക്യൂഎൽ മാപ്പ് -r കൊടുത്തിട്ട് നമ്മൾ ആ ഒരു റിക്വസ്റ്റിനെ സേവ് ചെയ്ത ഫയൽ test.txt കൊടുത്തു. അത് കഴിഞ്ഞിട്ട് -d കൊടുത്തിട്ട് dbw എന്ന് കൊടുത്തു. dbw എന്ന് പറഞ്ഞ ഡേറ്റാബേസിലെ dbw എന്ന് പറഞ്ഞ ഡേറ്റാബേസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് -t കൊടുത്തിട്ട് ഏത് ടേബിൾ ആണെന്ന് കൊടുത്തു. അതിനകത്ത് 2 ടേബിൾ ഉണ്ടായിരുന്നു. അതിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിൾ കൊടുത്തു. കാരണം ഇതിനകത്തായിരിക്കും ഈ പാസ്വേഡും ഈ യൂസർ നെയിമും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് -t യൂസേഴ്സ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഹൈഫൻ ഡംപ് എന്തിനാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേബിളിനകത്ത് എന്തൊക്കെ ഡേറ്റ ഉണ്ടെന്ന് ഔട്ട്പുട്ടിൽ കാണിക്കാൻ വേണ്ടിയാണ് ഹൈഫൻ ഡംപ് കൊടുക്കുന്നത്. എന്റർ കൊടുക്കാം. ഓക്കെ, വൈ കൊടുക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും റൂട്ട് പോസ് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെ ഡേറ്റ ഉണ്ടെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ക്ലിയർ ആയിട്ട് വന്നില്ല. അതുകൊണ്ട് ഞാനിത് ചെറുതാക്കിയിട്ട് ഒന്നുകൂടെ ആ ഒരു അറ്റാക്ക് ഒന്ന് ചെയ്തു നോക്കാം. എസ്ക്യൂഎൽ മാപ്പ് -r അത് ഏത് റിക്വസ്റ്റ് സേവ് ചെയ്ത ഫയൽ ഏതാണോ ആ ഒരു ഫയൽ കൊടുക്കുക. എന്നിട്ട് -d കൊടുത്ത് dbw എന്ന് പറഞ്ഞ ഡേറ്റാബേസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് dbw എന്ന് പറഞ്ഞ ഡേറ്റാബേസിനുള്ളിലുള്ള ടേബിൾസ് കൊടുക്കാൻ വേണ്ടി -t യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടിൽ കാണിക്കാൻ വേണ്ടി ഹൈഫൻ ഡംപ് കൊടുത്തു. എന്റർ കൊടുക്കാം. വൈ കൊടുക്കാം. ഓക്കെ, വൈ കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഔട്ട്പുട്ടിൽ വന്നിട്ടുണ്ട്. അഡ്മിൻ എന്ന് പറഞ്ഞ യൂസറിന്റെ പാസ്വേഡ് തന്നെയാണ്. ബ്രൗൺ എന്ന് പറയുന്ന യൂസറിന്റെ പാസ്വേഡ് ABC123 ആണ്. മീ എന്ന് പറയുന്ന പാസ്വേഡ് ചാർലി ആണ്. അഡ്മിൻ എന്ന് പറയുന്ന ആളുടെ പാസ്വേഡ് തന്നെയാണ്. ബ്രൗൺ എന്ന് പറയുന്ന ആളുടെ പാസ്വേഡ് ABC123 ആണ്. മീ എന്ന് പറയുന്ന ആളുടെ പാസ്വേഡ് ചാർലി ആണ്. ഇസാക്കയുടെ പാസ്വേഡ് ലെറ്റ്മീൻ ആണ്. സ്മിത്തിന്റെ പാസ്വേഡ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഒരു ഡേറ്റാബേസിനെ ഹാക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേ കണക്ക് വേറെ